Hello friends, എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ CD or DVD എങ്ങനെ റൈറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ 2023 ഇതുപോലുള്ള MT ഡിസ്കുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതെങ്ങനെ റൈറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ വിൻഡോസ് 10 അതുപോലെ തന്നെ വിൻഡോസ് 11 ഉപയോഗിക്കുന്നവരാണെങ്കിൽ മൈക്രോസോഫ്റ്റ് ഡിഫൻഡർ നമുക്ക് ഓഫ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ബേണിംഗ് പ്രോസസ്സ് ഫെയിൽ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സെർച്ച് ബാറിൽ ഡിഫൻഡർ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഇപ്പോൾ വിൻഡോസ് ഡിഫൻഡർ നമുക്ക് ഓൺ ആയിട്ട് വരുന്നത് കാണാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം മാനേജ് സെറ്റിംഗ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ റിയൽ ടൈം പ്രൊട്ടക്ഷനും ക്ലൗഡ് ഡെലിവേർഡ് പ്രൊട്ടക്ഷനൊക്കെ ഓഫാക്കി വെക്കുക. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് സാമ്പിൾ സബ്മിഷനും ഓഫാക്കി വെക്കുക. അതുപോലെ തന്നെ കൺട്രോൾഡ് ഫോൾഡർ ആക്സസും നമ്മളത് ഓഫാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് കൺട്രോൾ ഫോൾഡർ ആക്സസ്. അപ്പോൾ നമ്മൾ റിയൽ ടൈം പ്രൊട്ടക്ഷൻ ഓഫ് ചെയ്യുന്നതിന് മുന്നേ നമ്മളത് ഓഫ് ചെയ്യണം, എന്നാൽ മാത്രമേ അത് ഓഫ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നെറോ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇത് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്ക് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നെറോ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആവശ്യമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിസ്ക് ബേൺ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ വിൻഡോസ് 10 ഡിസ്ക് ബേൺ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അത് ഉപയോഗിച്ച് നമ്മൾ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ആ CD or DVD നമ്മളെ കമ്പ്യൂട്ടറിൽ മാത്രമേ എടുക്കുകയുള്ളൂ. അത് നമ്മൾ DVD പ്ലെയറിലൊന്നും അത് സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ഞാനിവിടെ നെറോ ഓപ്പൺ ചെയ്തു. അപ്പോൾ മുകളിലായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, എന്താണ് നമ്മുടെ കയ്യിലുള്ളത്, CD ആണോ DVD ആണോ? എൻ്റെ കയ്യിൽ CD ആയതുകൊണ്ട് CD എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് ഞാൻ മേക്ക് ഡാറ്റ CD എന്ന ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഫയൽസ് ആണ് ചെയ്യേണ്ടതെങ്കിൽ, അപ്പോൾ ചില DVD പ്ലെയറിൽ മേക്ക് ഡാറ്റ CD ഉപയോഗിച്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ രീതിയിൽ ഉപയോഗിച്ച് മേക്ക് വീഡിയോ CD എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ മാത്രമേ ചില DVD പ്ലെയറുകളിൽ ഡിസ്ക് എടുക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ ഉള്ളത്. ഇപ്പോൾ VOB അതുപോലെ തന്നെ AVA എന്ന ഫോർമാറ്റാണ് അധിക DVD പ്ലെയറും സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മേക്ക് ഡാറ്റ CD എന്ന ഓപ്ഷനാണ്. അത് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ MP3 ഒക്കെ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ DVD പ്ലെയറുകളിൽ എടുക്കും. അപ്പോൾ നമുക്കിങ്ങനെ ഇതിൽ ഫയൽ ആഡ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ആഡ് എന്നൊരു ബട്ടൺ അവിടെ പ്രസ് ചെയ്യാനുണ്ടാവും. അത് ആഡ് ചെയ്തതിന് ശേഷം ഫയൽ ഓപ്പൺ ആയി വരും. ആ ഫയൽ എടുത്തിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ 500 MB ഉള്ള ഒരു ഫയൽ ഇതിൽ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ അതിനുശേഷം വേണ്ടത് ബേൺ എന്നൊരു ഓപ്ഷൻ നമുക്ക് മുകളിൽ കാണാൻ കഴിയും. ബേൺ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരാൻ. അപ്പോൾ നമ്മൾ റൈറ്റ് എന്ന് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ എത്ര സ്പീഡിലാണ് റൈറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ മാക്സിമം 24x ആണ് ഇവിടെ കാണുന്നത്. ഞാനിവിടെ 10x ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ CD ആയതുകൊണ്ട് നമുക്ക് 24x റൈറ്റ് ചെയ്താൽ എറർ വളരെ കുറവായിരിക്കും. അപ്പോൾ ഞാൻ ഡിറ്റർമൈൻഡ് മാക്സിമം സ്പീഡ് എന്ന ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൾട്ടി സെക്ഷൻ ഡിസ്ക് ആഡ് ചെയ്യാണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നോ മൾട്ടി സെക്ഷൻ ഡിസ്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഡിസ്ക് ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ CD ആണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ റൈറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ എന്ന ബട്ടൺ ഞാൻ ഇവിടെ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ മുന്നേ നിങ്ങൾക്ക് CD ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു ഓപ്ഷൻ വരില്ല. അപ്പോൾ നിങ്ങൾ മുന്നേ ഡിസ്ക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റൈറ്റിംഗ് പ്രോസസ്സിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ റൈറ്റിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ റൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബേണിംഗ് പ്രോസസ്സ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ എന്നാൽ മാത്രമേ നമ്മൾ ഡിസ്ക് പുറത്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ റൈറ്റിംഗ് പ്രോസസ്സ് ഇവിടെ 50% ആയിരിക്കുന്നു. അപ്പോൾ 100% ആയതിനു ശേഷമാണ് ബേണിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ എറർ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടത് കൈകാര്യം ചെയ്യണം. അപ്പോൾ ഇവിടെ 68% റൈറ്റ് ആയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ബേണിംഗ് പ്രോസസ്സ് ഫെയിലായി ആ ഡിസ്ക് വേസ്റ്റ് ആവുകയും ചെയ്തു. അപ്പോൾ ഞാനിവിടെ വേറൊരു CD ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. 24x ഇതിൽ റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സ്പീഡിൽ തന്നെ ഇത് റൈറ്റ് ആകുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് കൂടുതൽ ഫയൽസ് ഞാൻ ആഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇത് ഡാറ്റ വെരിഫിക്കേഷൻ എന്ന ഓപ്ഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെരിഫിക്കേഷൻ്റെ പ്രോസസ്സാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഡിസ്ക് ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ട് റൈറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ DVD ഒക്കെ നമ്മൾ റൈറ്റ് ചെയ്യുമ്പോൾ 4x സ്പീഡിലൊക്കെ ആണ് നമ്മൾ റൈറ്റ് ചെയ്യേണ്ടത്. മാക്സിമം കുറഞ്ഞ സ്പീഡിലെടുത്ത് മാത്രമേ DVD ഒക്കെ നമ്മൾ റൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ വെരിഫിക്കേഷൻ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനായി. അപ്പോൾ അതിൽ ഡാറ്റ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡാറ്റ വെരിഫിക്കേഷൻ കഴിഞ്ഞു. അപ്പോൾ ഡിസ്ക് സക്സസ്ഫുൾ ആയിട്ട് റൈറ്റ് ആയി. അപ്പോൾ നമ്മൾ ഡിസ്ക് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഡാറ്റ റിട്ടേൺ ആയിട്ട് നമുക്ക് ഇവിടെ ബേൺ ആയിട്ട് കാണാൻ കഴിയും. അപ്പോൾ ലേസർ ഉപയോഗിച്ചിട്ടാണ് ഈ ഡിസ്കിൽ ഡാറ്റ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്ക് ഒന്നും കൂടി ഇട്ട് നോക്കാം. അപ്പോൾ ഇതിൽ ഡാറ്റ റൈറ്റ് ആയെന്ന് നമുക്കൊന്നും കൂടി കൺഫേം ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഡിസ്ക് ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഡിസ്ക് ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ നെറോ ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഡിസ്ക് ഡിജിറ്റായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അതിനുശേഷം ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ദിസ് PC ഓപ്പൺ ചെയ്ത് നോക്കാം. ഡിസ്കിൽ ഡാറ്റ
നല്ല രീതിയിൽ തന്നെ റൈറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ 42.2 MB ഒക്കെ ഇതിൽ ഫ്രീ സ്പേസ് കാണുന്നുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് റൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് MP3 ഫയൽസും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സ്പേസിൽ ഫില്ലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത ഒരു വീഡിയോ ഫയൽസ് ഇവിടെ കാണാൻ കഴിയും. അത് സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ റൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ HEVC ഫോർമാറ്റിലാണ്, അത് കമ്പ്യൂട്ടറിൽ മാത്രമേ ആ വീഡിയോ ഫയൽ എടുക്കുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഡാറ്റ CD എന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഡിസ്ക് റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഡാറ്റ CD എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് MP3 ഫയൽ, അതുപോലെ തന്നെ വീഡിയോ ഫയൽ, ഇമേജ്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഒക്കെ ഒരു ഡിസ്കിൽ കൊള്ളിക്കാൻ കഴിയും. അപ്പോൾ വേറെ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഫയൽസിന് വേണ്ടി മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്കിൽ വീഡിയോ ഫയൽസ് മാത്രമേ നമുക്ക് ഇൻസർട്ട് ചെയ്യാൻ കഴിയൂ. അതുപോലുള്ള ഓപ്ഷൻസ് നമുക്ക് നെറോയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിന് ലൈക്കും അതുപോലെ തന്നെ വ്യൂസും കുറവാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വിശേഷമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.